ഞാൻ പറഞ്ഞല്ലോ ഈ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് അത് എന്നെ ഭയന്നിട്ടാണോ ഈ സി പി എമ്മിൻ്റെ നേരെ കയറുന്നത്? ആ സി പി എം ഗൂഢാലോചന നടത്തിയെങ്കിൽ അത് എന്തുകൊണ്ടാണ് അദ്ദേഹം തെളിയിക്കാത്തേ? ഞാൻ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു അപ്പം തന്നെ ആ നിമിഷം ഞാൻ പറഞ്ഞു. എന്നെ അന്നേരം ഇവിടെ ചാനലുകാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ തല മുണ്ടനം ചെയ്യാമെന്ന് പറഞ്ഞു. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. മുണ്ടനം ചെയ്യാം, അത് തെളിയിച്ചാൽ. ഇദ്ദേഹം തല മുണ്ടനം ചെയ്യോ? ഇദ്ദേഹം തല മുണ്ടനം ചെയ്യോ എന്നാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. ലതിക സുഭാഷ് പറഞ്ഞില്ലേ ഈ പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന്? പത്മജ വേണുഗോപാൽ പറഞ്ഞില്ലേ? നിങ്ങൾ ചോദിക്കുക, റോസക്കുട്ടി ടീച്ചറോട് ചോദിക്കുക, ജമീൽ ഇബ്രാഹിമിനോട് ചോദിക്കുക. ഈ കുറേയധികം സ്ത്രീകൾ ഇവർ പുകച്ച് പുറത്തേടിച്ചിട്ടുണ്ട്. ഇവർ ഈ 6 വർഷം ഇവർ ശ്രമിച്ചത് എന്നെ പുകച്ച് പുറത്തേടിക്കാനാണ്. കാരണം എനിക്ക് അത്യാവശ്യം കണക്ഷൻസ് ഉള്ളതുകൊണ്ടും എനിക്ക് പലരും എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ മാന്യത കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇവർ പരമാവധി എന്നെ ശ്രമിച്ചു. അപ്പോൾ ഇപ്പോഴെങ്കിലും, കാരണം ഇതിൻ്റെ അകത്ത് ഈ ശത്രുക്കളുടെ കൂടെ നിന്നിട്ട് എന്നെ KPCCയിൽ ഒരു എക്സിക്യൂട്ടീവ് കയറ്റാൻ സമ്മതിക്കുന്നില്ലെന്നാണ് രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞത്. ദീപ്തിക്ക് വേണ്ടി ഇവരെല്ലാവരും ചാകും. ദീപ്തിനെ അങ്ങനെ ആക്കണം, ദീപ്തിക്ക് ഇതാക്കണം. ഇപ്പോൾ ദീപ്തിനെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നേതാവ് അത് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന്. ആലോചിച്ച് നോക്കി. ഇപ്പം മീഡിയാസ് ഞാൻ പറയട്ടെ, മീഡിയാസിലുള്ള എല്ലാവരും പറയുന്ന വാർത്ത കൊടുക്കല്ലേ സിമീറോ, ഇത്രയും ശക്തരായ ആളുകൾ, അവരുടെ PR വർക്കുള്ള അവരുടെ മുന്നിൽ ഇവരെങ്ങനെ വരും? എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ആ പാവങ്ങളുടെ അവസ്ഥ എന്താണ്? എനിക്ക് അതിങ്ങനെ ഇന്നലെ എനിക്ക് ഏത് ന്യൂസ് ചാനലാണ്, CNN ആണെന്ന് തോന്നുന്നു, അതിൻ്റെ അകത്ത് വന്നിട്ട് ഞങ്ങളുടെ പാർട്ടിയിലുള്ള ഒരു പയ്യൻ വന്നിട്ട് പറയാണ് എനിക്ക് കോളേജ് ഇലക്ഷന് മത്സരിക്കാൻ അവസരം തന്ന്, പിന്നെ KSUവിൽ കൊടുത്ത അവസരം. അന്നൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വനിതകളെ കിട്ടുന്നത് വളരെ അപൂർവമായിരുന്നു, മനസ്സിലായോ? വളരെ കുറവായിരുന്നു. എനിക്ക് അതിനൊക്കെ അവസരം. ഇതൊക്കെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നന്നായി പ്രവർത്തിക്കാനുള്ള വേദിയാണ്. അല്ലാതെ എനിക്ക് അസംബ്ലിയിൽ തന്നു, ജയിക്കാവുന്ന സീറ്റ് തന്നു, എന്നെ 25 വയസ്സിൽ പാർലമെൻറ്റിൽ വിട്ടു എന്നിട്ടൊക്കെ പറയുന്നത് ഇത്ര ടേമിൽ പാർലമെൻറ്റേറിയനായിരുന്നു, അല്ലെങ്കിൽ VD സതീശനെ പോലെ 5 തവണ MLA ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി കുറച്ച് കാലം മാറി നിൽക്ക്, പുതിയവർക്ക് കൊടുക്കട്ടെ അവസരങ്ങൾ. ഈ 50 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് കൊടുക്കാനാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു അന്തസ്സും ആഭിജാത്യവും ഉണ്ട്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് പ്രിയമുള്ള വനിതകൾക്ക് മാത്രം ഈ പാർട്ടി പ്രവർത്തിക്കാൻ പോവുക എന്ന് പറഞ്ഞത് അത് ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ പറയുകയാണ്. അതിനൊക്കെ അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു, കുറേ ലീഡേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് ഞാൻ KPCCയുടെ മുന്നിൽ ഇവർക്ക് ഭയമുണ്ട്. ലതിക സുഭാഷ് ചെയ്തതുപോലെ അത്രയും എന്താ പറയുക, അവിടെ തലമുണ്ടനം ചെയ്ത ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ഞാൻ ഈ VD സതീശൻ ഇത്രയും വലിയൊരു നുണ ബോംബ് പൊട്ടിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ ശരിക്കും ഒരു സ്ത്രീയൊന്നും തലയൊന്നും മുണ്ടനം ചെയ്യേണ്ട ആവശ്യമില്ല, കരയേണ്ട ആവശ്യം പോലും ഇല്ല. ഇവരുടെ പ്രിയങ്കരികൾക്ക് സീറ്റ് കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് എന്താ പറയുക പാർട്ടി പോസ്റ്റുകൾ കൊടുക്കുന്നതിലൊന്നും അത് അവരുടെ ഇഷ്ടമാണത്. ഞാൻ അതിനൊന്നും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല, അത് കൊടുക്കാം, അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇത് 80% ഇങ്ങനെ ആയത് ഈ കാലഘട്ടത്തിലാണ്. പിന്നെ സോളാർ കേസിൽ പ്രതിയായിരുന്നു ഹൈബീഡൻ, ഇല്ലേ? ഹൈബീഡന് ഈ ഇരയായ സരിതയ്ക്ക് സരിത ഒരു 10 വർഷം മുമ്പ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ ഹൈബീഡൻ്റെ പ്രായമുള്ളൊരു മകനുണ്ടാവുമായിരുന്നു, ഇല്ലേ? ഇവിടെ മുഴുവനും പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര MP മാരുണ്ടായിരുന്നു, ഇല്ലേ? ആ പ്രായത്തിലുള്ള ഒരുപാട് MP മാരുണ്ടായിരുന്നു. അവരുടെ ആരുടെയും പേര് സരിത പറഞ്ഞില്ലല്ലോ. എന്നിട്ട് പോലും ഇവിടുത്തെ ആളുകൾ ഹൈബീഡന് പോസ്റ്റ് ചെയ്തു, വോട്ട് ചെയ്തു. അപ്പം ഞാൻ പറയുന്നത് ഇന്ന് അധികാരവും പണവും ഉണ്ടെങ്കിൽ എന്തും നമ്മുടെ നാട്ടിൽ നടക്കും. ഇല്ലേ? അപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്, അതിനെയൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് പുകച്ച് പുറത്ത് ചാടിക്കാൻ ഈ ഹൈബീഡനും ഈ VD സതീശനും അതിനിപ്പോൾ കൂട്ടായിട്ട് വിനോദും ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ നടത്തുന്ന ശ്രമങ്ങളെയൊക്കെ വളരെ കൂളായിട്ട് അതിജീവിച്ചതാണ് ഞാൻ. ഇവർ പാർട്ടി പോസ്റ്റ് തരുന്നില്ല എന്നല്ലേ ഉള്ളൂ, വേറൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവരെന്ത് വേണേലും എന്നെ ദ്രോഹിച്ചോട്ടെ. ഇന്നൊന്നും ദ്രോഹിക്കാൻ തുടങ്ങിയതല്ല.
വളരെ ചെറുപ്പത്തിലെ തന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ അത്ര ഒന്നും ഹൈബീഡം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു സുപ്രഭാതത്തിൽ പിതാവും മരിച്ചപ്പോൾ ജില്ലാ പ്രസിഡൻ്റായി, എഴുതി കൊടുക്കാൻ ആളുണ്ടായിരുന്നു. സംസ്ഥാന പ്രസിഡൻ്റായി 6 മാസം കഴിഞ്ഞപ്പോൾ, പിന്നെ ദേശീയ പ്രസിഡൻ്റായി 1 കൊല്ലം കഴിഞ്ഞപ്പോൾ, പിന്നെ അസംബ്ലിയിൽ സീറ്റും കൊടുത്ത് ഒരു കൊല്ലം ആയില്ലാന്ന് തോന്നണം, 2 വർഷത്തിനുള്ളിൽ തന്നെ സീറ്റ് കിട്ടി. 2 തവണ MLA ആയി. 1 തവണ ഇപ്പോൾ മറ്റേ വിനോദിനെ കൊണ്ടുവരാൻ വേണ്ടി MP ആക്കി വിട്ടു. ഇതൊക്കെ ചെയ്തു, എല്ലാം ചെയ്തല്ലേ. അപ്പോൾ അതിൻ്റെ കണക്കൊന്നും പറയാത്ത എന്താ? എനിക്ക് അതിനേക്കാൾ അർഹത ഉണ്ടായിരുന്നു ഇല്ലേ? അപ്പോൾ ഇവർക്ക് താല്പര്യമുള്ള കുറേ ആളുകളെ കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ ഉദ്ദേശം. അപ്പം ഈ കേരളത്തിലുള്ളവർ ഇതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം ഇതൊക്കെയാണ് ഈ പാർട്ടിയിൽ നടക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു പോയതാണ് കുറ്റം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഉമ്മൻചാണ്ടി സാറിനെ, രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം. ഞാൻ ഈ പോരാട്ടം തുടരാം. അല്ലാതെ ഞാൻ CPM പോയി, ഞാൻ ഇന്നലെ പറയണ്ടായിരുന്നു, BJPയുടെ കേന്ദ്രമന്ത്രി ഇന്നലെ എനിക്ക് വേണ്ടി പ്രസ് കോൺഫറൻസ് എടുത്താണ്, ഞാൻ BJP ചേരാൻ പോവാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുവാണ്. എനിക്ക് ചേരണമെങ്കിൽ എൻ്റെ ടെന്യൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഗവർണർ ജസ്റ്റിസ് സദാശിവം എൻ്റെ അടുത്ത് സംസാരിച്ചാണ് പ്രൈം മിനിസ്റ്ററോട് സംസാരിക്കാമെന്ന്. കാരണം അദ്ദേഹത്തിന് കേരള ഗവർണറായി, അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്, അദ്ദേഹത്തെ ഡയറക്റ്റ് ആക്കിയതാണ് പ്രധാനമന്ത്രിൻ്റെ. അതുകൊണ്ട് എൻ്റെ ബന്ധങ്ങൾ ഇദ്ദേഹത്തിനെ പോലെ മണി പവർ എറിഞ്ഞുണ്ടാക്കിയതും മറ്റേ എന്താ പറയുക, കായവണ്ടിയിൽ എന്താ പറയുക, മറ്റുള്ളവർക്ക് കിട്ടേണ്ടത് തട്ടിയെടുത്തൊന്നും ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് വ്യക്തമായി തെളിവില്ല. അത് എൻ്റെ അടുത്ത് പറഞ്ഞു തെളിവ് തരാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ആ തെളിവ് കൊടുക്ക്. എനിക്ക് ഒരുപാട് കാര്യം, എനിക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രമേ സംസാരിക്കാനുള്ളൂ. അപ്പോൾ എന്നെ എല്ലാത്തിലും കരുവാക്കണ്ടെന്ന് പറഞ്ഞു. തെളിവുണ്ടെങ്കിൽ കൊടുക്കൂ. ഇദ്ദേഹത്തെക്കുറിച്ച്, ഇദ്ദേഹത്തിൻ്റെ ബിനാമികളുടെ പേര് പറഞ്ഞു, അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു, എല്ലാം. ഇത് ചോദിക്കാനായിട്ട് ഒരു വിഡോയായ സ്ത്രീ മാത്രമേ ഉള്ളൂ ഈ പാട്ടിലെ നട്ടലുള്ള ഒരാളുമില്ലേ, ഒരു നേതാവുമില്ലേ? ഈ ഷാനിമോളെ പോലെയോ അല്ലെങ്കിൽ മറ്റേ ബിന്ദുവിനെ പോലെയുള്ളവരൊക്കെ ഇല്ലേ? ഇത്രയും തവണ മത്സരിച്ച പാരമ്പര്യമൊക്കെ ഉള്ളവരാണ്. ഞാൻ 1 തവണ അസംബ്ലിയിൽ മത്സരിച്ചാണ്. ഇവരൊക്കെ പാർലമെൻറ്റിലും അസംബ്ലിയിലും പിന്നെയും പാർലമെൻറ്റിലൊക്കെ മത്സരിച്ച ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് എന്നെ വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും പല വിധത്തിൽ ദ്രോഹിക്കാം.